വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി ഒന്നിലധികം ഡാറ്റാസ് അല്ലെങ്കിൽ ഒന്നിലധികം റോസ് നമ്മൾക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ ഓരോ റോസ് ഉണ്ടാവും, എക്സൽ ഓരോ റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡാറ്റാബേസ് നമ്മൾ ഇപ്പോൾ ഒരു റോ ആണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിളിൽ ഒരു റോ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഒന്നിലധികം റോസ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഉള്ള ഓപ്ഷൻസ് എന്താണ്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വറി റിപ്പീറ്റ് ചെയ്യണം അല്ലെ? റിപ്പീറ്റ് ചെയ്തിട്ട് ഡാറ്റ മാറ്റി കൊടുക്കണം, പുതിയ ഒരു എംപ്ലോയിന്റെ ഡാറ്റ കൊടുക്കണം. അതല്ലാതെ നിങ്ങളടുത്ത് ഒരു സെറ്റ് ഓഫ് ഒരേ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഒന്നിലധികം റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ക്വറി റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം സിംഗിൾ ക്വറിയിൽ തന്നെ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നിലധികം ക്വറീസ് ആകുമ്പോൾ അത് സെർവറിന് ഓവർ ഹെഡ് ആയിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരേ ടേബിളിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിംഗിൾ ക്വറീസിലേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നമുക്കിപ്പോൾ ഡാറ്റ ഒന്നുമില്ല. അപ്പൊ ആ ടേബിളിൽ നമുക്ക് കുറച്ച് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാം. പ്രൊഡക്റ്റ് ഐ ഡി, പ്രൊഡക്റ്റ് നെയിം, പ്രൈസ്, സ്റ്റോക്ക് ക്വാണ്ടിറ്റി, ഇത്രയാണ് ഫീൽഡ്സ് ഉള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് എന്റെ ക്വറി. ഇൻസേർട്ട് ഇൻ ടു പ്രൊഡക്ട്സ്, എന്നിട്ട് പ്രൊഡക്റ്റ് നെയിം, പ്രൈസ്, സ്റ്റോക്ക് ക്വാണ്ടിറ്റി, ഐ ഡി ഓട്ടോ ഇൻക്രിമെന്റ് ആണ്, നമ്മൾ പാസ് ചെയ്യുന്നില്ല. എന്നിട്ട് വാല്യൂസ്, എന്നിട്ട് ഒന്നിലധികം വാല്യൂസ് ഉണ്ട്. ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രാക്കറ്റിൽ പ്രൊഡക്റ്റ് നെയിം ലാപ്ടോപ്പ്, പ്രൈസ് 1200, സ്റ്റോക്ക് ക്വാണ്ടിറ്റി 30 എന്നാണ് ഉള്ളത്. എന്നിട്ട് കോമ ഇട്ടിട്ട് വീണ്ടും ബ്രാക്കറ്റിൽ അടുത്ത വാല്യൂസ്, കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തു, അതിന് ലാസ്റ്റ് സെമി കോളൻ. ഇങ്ങനെയാണ് ഒന്നിലധികം റോസ് നിങ്ങൾ ഒരു MySQL ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഞാനത് സെലക്ട് ചെയ്തു, റൺ ചെയ്യാണ്. റൺ ചെയ്തു. അപ്പൊ ക്വറി 1 ഓക്കെ, 3 റോസ് അഫക്റ്റഡ്, അതായത് 3 റോസ് ഇൻസേർട്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലാപ്ടോപ്പ്, മൗസ്, കീബോർഡ് മൂന്നും ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ വാല്യൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. ഓട്ടോ ഇൻക്രിമെന്റ് കീയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.